1970-കൾ വിമാന റാഞ്ചലുകളുടെ കാലമായിരുന്നു. വിമാനത്താവളങ്ങൾ യുദ്ധക്കളങ്ങളും യാത്രാ വിമാനങ്ങൾ രാഷ്ട്രീയ വിലപേശലിനുള്ള ആയുധങ്ങളുമായി മാറി. പലസ്തീൻ അനുകൂല സംഘടനകൾ തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കായി ആകാശക്കപ്പലുകളെ ഒന്നിനു പുറകെ ഒന്നായി തട്ടിക്കൊണ്ടുപോയി. എന്നാൽ ഇസ്രയേൽ ഇതിനെയെല്ലാം നേരിട്ടത് മറ്റൊരു രീതിയിലായിരുന്നു. തങ്ങളുടെ ഒരു പൗരനെപ്പോലും ശത്രുവിന് വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച തീരുമാനം അവരുടെ രക്തത്തിലുണ്ടായിരുന്നു. എന്തിനും സന്നദ്ധരായി കണ്ണിൽ എണ്ണയൊഴിച്ച് അവർ കാത്തിരുന്നു. അങ്ങനെയിരിക്കെയാണ് 1976 ജൂൺ 27 കടന്നു വരുന്നത്. ടെൽ-അവീവിൽ നിന്ന് 248 യാത്രക്കാരും 12 ജീവനക്കാരുമായി പാരീസിലേക്ക് പറന്ന എയർ ഫ്രാൻസ് വിമാനം ഗ്രീക്ക് വ്യോമാതിർത്തി പിന്നിട്ടതും വിമാനത്തിനുള്ളിൽ നിന്ന് 4 പേർ തോക്കുകളുമായി എഴുന്നേറ്റു. പലസ്തീൻ വിമോചന മുന്നണിയിലെ 2 പേരും ജർമ്മൻ വിപ്ലവ സംഘടനയിലെ 2 പേരുമായിരുന്നു അവർ. പൈലറ്റിന്റെ നെറ്റിയിലേക്ക് തോക്ക് ചൂണ്ടി അവർ ആ വിമാനത്തിന്റെ ദിശ മാറ്റി. ആരും പ്രതീക്ഷിക്കാത്തൊരിടത്തേക്ക്, ആഫ്രിക്കയുടെ ഹൃദയഭാഗത്തുള്ള ഒരു കൊച്ചു വിമാനത്താവളത്തിലേക്ക്. എൻഡബെ, ഉഗാണ്ട. അക്കാലത്ത് ഉഗാണ്ട ഭരിച്ചിരുന്നത് ക്രൂരതയുടെ പര്യായമായ ഇദി അമീൻ എന്ന ഏകാധിപതിയായിരുന്നു. ഒരിക്കൽ ഇസ്രയേലിന്റെ സുഹൃത്തായിരുന്ന അമീൻ അപ്പോഴേക്കും അറബ് രാജ്യങ്ങളോട് അടുക്കുകയും ഭീകരരെ വിരുന്നുകാരായി സ്വീകരിക്കുകയും ചെയ്തു. വിമാനം എൻഡബെയിൽ ഇറങ്ങിയപ്പോൾ ഉഗാണ്ടൻ സൈന്യം ഭീകരരെ തടഞ്ഞില്ല. പകരം അവർക്ക് കാവൽക്കാരായി മാറി. തടവുകാരെ പഴയ ടെർമിനൽ കെട്ടിടത്തിലേക്ക് മാറ്റി. അവിടെ വെച്ചാണ് ലോകത്തെ ഞെട്ടിച്ച ആ സംഭവം നടന്നത്. ഭീകരർ ഇസ്രായേലികളെയും യഹൂദന്മാരെയും മാത്രം വേർതിരിച്ച് ഒരു വശത്താക്കി. ഹിറ്റ്ലറുടെ നാസി ക്യാമ്പുകളെ ഓർമ്മിപ്പിക്കുന്ന ആ കാഴ്ച ലോകത്തെ ഭീതിയിലാഴ്ത്തി. ജെറുസലേമിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വൈഷാഖ് റാബിൻ കടുത്ത പ്രതിസന്ധിയിലായി. ഭീകരർക്ക് മുന്നിൽ മുട്ടുമടക്കണോ, അതോ ചരിത്രത്തിൽ ആരുമില്ലാത്തൊരു രക്ഷാപ്രവർത്തനത്തിന് മുതിരണം? 4000 കിലോമീറ്റർ അകലെ ശത്രു രാജ്യങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ച് ഒരു വിദേശ സൈന്യത്തിന്റെ കാവലുള്ള വിമാനത്താവളത്തിലേക്ക് ചെന്ന് ആക്രമണം നടത്തുക. പരാജയപ്പെട്ടാൽ തിരിച്ചുവരവില്ലാത്തൊരു ആത്മഹത്യാ ദൗത്യം. വർഷങ്ങൾക്ക് മുൻപ് എൻഡബെ വിമാനത്താവളം നിർമ്മിച്ച ഇസ്രയേലി കമ്പനികളിൽ നിന്ന് അവർ അതിന്റെ ബ്ലൂ പ്രിന്റ് സംഘടിപ്പിച്ചു. മോചിതരായ യാത്രക്കാരിൽ നിന്ന് ഭീകരരുടെ ഓരോ നീക്കങ്ങളും കാവൽക്കാരുടെ എണ്ണവും ചോദിച്ചറിഞ്ഞ് വിമാനത്താവളത്തിന്റെ ഒരു മാതൃക തന്നെ അവർ ഉണ്ടാക്കി പരിശീലിച്ചു. ആ ദൗത്യത്തിന്റെ കമാൻഡറായി നിയോഗിക്കപ്പെട്ടത് ഒരു യുവാവായിരുന്നു, ജൊനാഥൻ നെതന്യാഹു. പിന്നീട് ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മൂത്ത സഹോദരനാണ്. 1976 ജൂലൈ 3 4 C-130 ഹെർക്കുലിസ് വിമാനങ്ങൾ ഇസ്രയേലിൽ നിന്ന് പറന്നുയർന്നു. റഡാറുകളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ ചെങ്കടലിന് തൊട്ടുമുകളിലൂടെ വളരെ താഴ്ന്നായിരുന്നു ആ പറക്കൽ. റേഡിയോ നിശബ്ദത പാലിച്ചു. ഒരു ചെറിയ പിഴവ് പോലും മരണത്തിലേക്ക് നയിക്കാം. ആ വിമാനത്തിന്റെ ഉള്ളിൽ കമാൻഡോകൾക്കും ആയുധങ്ങൾക്കും ഒപ്പം കൗതുകകരമായ മറ്റൊരു അതിഥി കൂടി ഉണ്ടായിരുന്നു. ഒരു കറുത്ത മെഴ്സിഡസ് കാർ. ഇദി അമീൻ യാത്ര ചെയ്യുന്ന അതേ മോഡൽ കാർ. വിമാനം ഇറങ്ങുമ്പോൾ ഇദി അമീൻ വരികയാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഉഗാണ്ടൻ സൈന്യത്തിന്റെ ശ്രദ്ധ തിരിക്കാനായിരുന്നു ആ തന്ത്രം. മിന്നൽ വേഗത്തിലായിരുന്നു ആക്രമണം. മിനിറ്റുകൾക്കകം ഭീകരർ ഓരോരുത്തരായി വെടിയേറ്റു വീണു. ടെർമിനൽ ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലായി. പക്ഷേ ആ മഹാവിജയത്തിന് ഇസ്രയേലിന് വലിയൊരു വില നൽകേണ്ടി വന്നു. ടെർമിനലിന് പുറത്തുണ്ടായ വെടിവെപ്പിൽ ആ ദൗത്യത്തിന്റെ നായകൻ യോനാഥൻ നെതന്യാഹു വീരമൃത്യു വരിച്ചു. ഓപ്പറേഷൻ തണ്ടർ ബോൾട്ട് ഇന്നും ലോകത്തിലെ സൈനിക അക്കാദമികളിൽ ഒരു പാഠപുസ്തകമാണ്. കൃത്യമായ പ്ലാനിംഗ്, രഹസ്യവിവരങ്ങളുടെ കൃത്യത, അസാധ്യമായ വേഗത, ശത്രുവിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആക്രമണം, ഇതിനെല്ലാം ഉപരി തങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി എത്ര ദൂരത്തോളവും പോകാനുള്ള ഒരു രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യം. അതാണ് ഓപ്പറേഷൻ എൻഡബെ.